ഞാൻ നിങ്ങളെ നിർത്തിയിട്ട് ഒരാളെ എനിക്കൊന്ന് ഫോൺ ചെയ്യാനുണ്ടേ. ഞാൻ ആദ്യം ഒന്ന് വിളിക്കട്ടെ കേട്ടോ. നമുക്ക് ആരിഫിനെ ഒന്ന് വിളിക്കാനുണ്ട്. നോക്കട്ടെ, വിളിച്ചാൽ കിട്ടുമോന്നൊന്നും അറിയത്തില്ല. കാരണം UK-കാരെല്ലാവരും കൂടി ആരിഫിനെ പഞ്ഞിക്കിട്ടിരിക്കുന്നു എന്നാണല്ലോ ഇവർ പറയുന്നത്. അതുകൊണ്ട് നമുക്കറിയത്തില്ല, ഒന്ന് ചോദിച്ചു നോക്കാം. ഹലോ ആരിഫേ. ആരിഫ, അതല്ല, നമുക്ക് ഞാൻ ലൈവ് കോളിലാണേ. അതെ, നമുക്ക് ഈ ഹദീസേ പിന്നെ എവിടെ തപ്പിയാ കിട്ടും? കക്കൂസുകുഴിയിൽ തപ്പണോ അതോ പൊട്ടക്കിണറ്റിൽ തപ്പണോ? അതോ മറ്റേ സ്വീഡൻകാരെല്ലാം കൂടെ ഇറാനികളെല്ലാം കൂടെ അതല്ല, ഇറാനികളെല്ലാം കൂടെ വാരി കൂട്ടിയിട്ട് കത്തിച്ചതിനകത്ത് കാണുമോ? അല്ല, ഇത് ഇസ്ലാമിലുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പൊ കക്കൂസ് വഴിയാണല്ലോ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഇസ്ലാമിലുണ്ടെന്ന് പറഞ്ഞിട്ടേ പലർക്കും അങ്ങോട്ട് വിശ്വാസം പോരല്ലോ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ നമ്മുടെ ഒരു ആലപ്പുഴക്കാരനൊരു ഉസ്താദുണ്ട്, വല്ലാതെ കുരു പൊട്ടുന്നുണ്ടെന്ന് തോന്നുന്നു ഉസ്താദിന്. ഉസ്താദ് ഭയങ്കര ഫോൺ കോളും കിണറ്റി തപ്പലും അങ്ങനെ ആരോ എന്നോട് പറഞ്ഞിട്ടോ, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അല്ല, അവരിതൊന്നും കേട്ടിട്ട് പോലും ഇല്ലപ്പാ. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം തുറന്നു വെച്ചതല്ലയോ, ഇപ്പൊ അതൊക്കെ എടുത്ത് ഒതുക്കി വെച്ചില്ലയോ, പിന്നെ നമ്മൾ എടുക്കാൻ പറയണ ബുദ്ധിമുട്ടല്ലേ. അപ്പോ എന്നാ പിന്നെ നമ്മുടെ കയ്യിൽ ഉള്ളത് എടുത്ത് അങ്ങോട്ട് കൊടുക്കാമായിരിക്കും അല്ലേ? അതല്ല, നമ്മുടെ കയ്യിലുള്ള അതല്ല, ഉമ്മായെയും പെങ്ങളെയും ഇപ്പോ അരീഫ് ഇപ്പൊ ഉമ്മാടെ കാര്യം പറഞ്ഞു, ഞാൻ ഉമ്മാടെയും പെങ്ങളുടെയും പറഞ്ഞു. ഇപ്പോ കേട്ടില്ലേ, മോളുടെ മക്കള്, ഉമ്മമ്മ, വാപ്പാട് ഉമ്മാടെ സഹോദരങ്ങൾ എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഇതൊരു മോശമല്ലേ? സ്വന്തം അനിയത്തിയെ ശത്രുവായിട്ട് പിടിച്ച് അടിമയാക്കിയാൽ ആ അടിമയും പൂശാം. അതല്ല, ഇതേ നമ്മുടെ മതത്തെ ഇത്രയും പിച്ച് കീറണോ ആരിഫേ? സംഘികളുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചിട്ട്, ജൂതന്മാരുടെ കയ്യിൽ നിന്ന്. നമുക്ക് ചാണക സംഖ്യകളെ ഒതുക്കാമെങ്കിൽ വൈ നോട്ട് ഈ പറയുന്ന ഒട്ടക ചാണകങ്ങളെ ഒതുക്കിക്കൂടാ? ഒട്ടകമൂത്രങ്ങള്. അതല്ല, ആരിഫ് ഇപ്പൊ ഉദ്ദേശിച്ചത് ഒട്ടകമൂത്രമല്ലേ? അത് ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ലേ? ഞങ്ങളെ തന്നെ ഉദ്ദേശിച്ചിട്ടല്ലേ? ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ലേ? ശരി, ശവത്തി കുത്തല്ലേ? ശരി, ഓക്കെ. ശരി. അല്ല, ഇപ്പം ഇന്റർനെറ്റ് ഇല്ലാത്ത ആരിഫ് എന്നാണ് ഒരു വേട്ടാവെളിയും കിടന്നിട്ട് കരഞ്ഞോണ്ടിരിക്കുന്നത്, നമ്മുടെ ഷാഹുൽ ഈസ്റ്റർ. അല്ല, ഇന്റർനെറ്റ് ഞാൻ അവിടെ നിന്നിട്ട് ഗൂഗിളിനടുത്ത് ഇസ്ലാം അങ്ങനെയൊന്നുമല്ല, നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ പ്രശ്നം. അതല്ല, നമ്മുടെ ജെമിനി ഒക്കെ അപ്പിക്കുപ്പായത്തിനകത്ത് ഇവര് കയറ്റിയെന്നേ. അതാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല, ജെമിനിയോട് അങ്ങോട്ട് തർക്കിക്കണം. ഇവര് സെറ്റ് ചെയ്ത് വെച്ചതല്ലേ അറിയത്തുള്ളൂ. ഇത് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതല്ല, പിന്നെ ഫോൺ കോൾ ചെയ്തിട്ടേ ഫോൺ ചെയ്തിട്ട് സാധനം കിട്ടുമോ ഇല്ലേന്ന് അറിയണമല്ലോ. അപ്പൊ നമ്മുടെ ഒരു കാക്ക പൊട്ടക്കിണറ്റിലൊക്കെ തപ്പുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് ഇറാനികൾ കൂട്ടിയിട്ട് കത്തിച്ചതിനകത്തുനിന്ന് എനിക്ക് കുറച്ച് കിട്ടി. അപ്പൊ ഞാൻ അത് എടുക്കാന്നാ വിചാരിച്ചു. നമ്മളെ അങ്ങനെയൊക്കെ അങ്ങോട്ട് ആക്ഷേപിക്കാമോ? അപ്പൊ പോട്ടെ, നമ്മളും അതിൽ നിന്ന് വന്ന പ്രോഡക്റ്റുകളല്ലേ. പിന്നെ ഇതിപ്പോ നാട്ടില് മുഴുവൻ എല്ലാരും അറിയാത്തൊരു മുഴുവൻ അറിഞ്ഞു. ഇപ്പൊ അമ്മയും പെങ്ങളെയും പോയിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതല്ല, സ്വന്തം കിതാബില് മകളെ പോയിക്കാൻ എഴുതി വെച്ച സാധനം വെച്ചിട്ട് ബാക്കിയുള്ളവർ ശരിക്ക് ആരിഫ് ഞങ്ങൾക്ക് ഇട്ടൊരു പണി തന്നല്ലേ ഇതൊക്കെ വാരി കിണ്ടി എടുത്ത് പുറത്തിടാൻ വേണ്ടിട്ട്. ഇതിപ്പോ ഞാൻ പറഞ്ഞാൽ പറയും വീടെടുത്ത് തരുന്നത്. ഈ പരിപാടി നടക്കുമ്പോ എന്റെ കൂടെയുള്ള ആളുകളോട് ഞാൻ പറയും, നമ്മുടെ ഉദ്ദേശം ഈ ഇക്കോസിസ്റ്റത്തിലേക്ക് കയറുക, ബാക്കി ഇവർ ഓൺലൈനിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ അവിടെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു. അപ്പൊ അവര് വിശ്വസിച്ചില്ല, അതൊക്കെ നടക്കുമോ എന്നുള്ള ലെവലാണ് അവര് നിന്നത്. ഇപ്പൊ അവർക്ക് കാര്യം പിടിക്കും. അപ്പൊ ഇന്ന് രാവിലെ കൂടി എനിക്ക് മെസ്സേജ് അയക്കുള്ളൂ, നിങ്ങൾ പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ചരിഞ്ഞു നടക്കുന്നവനെ ചവിട്ടി തള്ളിയിടരുത് കേട്ടോ, വിട്ടേരെ. ബാക്കി ഇനി നമ്മള് നോക്കിക്കൊള്ളാന്ന് അവര് പറയുന്നേ. അതെ അതെ അതെ. അല്ല, ഇതവർക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് നമുക്ക് അറിഞ്ഞൂടെ. പിന്നെ ഇവര് ഖുർആനിൽ ആയത്തില്ല എന്നൊക്കെ പറയാം. സംഗതി ഇത് സംഭവം തുടങ്ങുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്, ഇത് ഫിഖ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവസാനം സമയമാകുമ്പോ ഇവര് 10-25 ആളുകള് ചുറ്റും നിന്ന് ഒച്ചമ്പാളും, പിന്നെ അതോടൊപ്പം നമ്മളെ പിന്നിലൊക്കെ നിന്ന് ആളുകള് പച്ചത്തെറിയാണ് വിളിച്ചോണ്ടിരുന്നത്. അല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവര് എന്ത് മദ്ഹബ് സ്വീകരിക്കുന്നു, എന്ത് ആശയക്കാരാണ് എന്ന് നോക്കിയിട്ട് നമുക്ക് ഇസ്ലാമിനെ പറയാൻ പറ്റില്ലല്ലോ. ഇസ്ലാമിലെ മൊത്തം നിയമങ്ങളല്ലേ എടുത്ത് പറയുന്നത്. ഹനഫികളാണെങ്കിൽ അതിലേറെ പോക്കാണ്.
ഈ വിഷയത്തിലും ഹനഫികൾ പോക്ക. മക്കളെ കുറിച്ചിട്ട് എല്ലാം ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മുടെ കയ്യില്. ശരി, ഹനഫിയിൽ കള്ളു വരെ കുടിക്കാം. ഉബീഹുത്തില വഹുവ ശറാബുൽ മുഹറമു എന്നുണ്ട്. ശരി, മിക്കവാറും ഇനി നമ്മൾ കാണേണ്ടി വരും. ശരി, ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ചവത്തി കുത്തരുത്, വിട്ട് കളഞ്ഞൂടെ? ശരി, ഓക്കെ ഓക്കെ. അപ്പോൾ ആരിഫ് മാപ്പ് പറയുന്നുണ്ടോ ഇല്ലേ എന്നറിയാനാണ് നമ്മുടെ ഷാഹുൽ ഈസ്റ്റർ കാക്ക കാത്തിരുന്നത്. ശരി, നമുക്ക് തൽക്കാലം വേറൊരു കാക്കയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാമെന്നേ. ആര് പറഞ്ഞാലും മാപ്പായാ പോരെ. അപ്പോൾ വേറൊരു കാക്ക നല്ല വെടിപ്പായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഇത് ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത കാക്കയാണ്. കാക്ക എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കാക്കയാണ്. കാക്ക മതപുരോഹിതന. അതുകൊണ്ട് കാക്ക തന്നെ പറയട്ടെ, ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഒന്നുകിൽ ആരിഫ് മാപ്പ് പറയണം, അതല്ലെങ്കിൽ പിണറായി വിജയൻ രാജിവെക്കണം. പിണറായി വിജയൻ രാജിവെച്ചിട്ടില്ലെങ്കിലും സാരമില്ല, നമ്മുടെ VD സതീശൻ രാജിവെച്ചാലും മതി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ശരി. ഇതെന്താ ബ്ലൂടൂത്ത് ഒന്നും കണക്റ്റ് ആകാത്ത? എന്താ എല്ലാവരും ഒരുമിച്ച് നമുക്ക് പണി തരുവാണോ എന്നൊരു സംശയം. അപ്പോൾ കാക്ക ഫോൺ ചെയ്തു, ഞാനും ഫോൺ ചെയ്തു. കാക്ക പറ്റിച്ചു, ഞാൻ പറ്റിച്ചില്ല. അയ്യോ, എന്ത് പറ്റി? സ്വന്തം കേട്ടില്ല. മോള്, മോന്റെ മോള്, മോളെ മോള്, ആ കീപ്പട്ട് എത്ര പോയാലും മണ്ടിയില്ല. എന്നാൽ സ്വന്തം മോളെ കൂട്ടത്തിൽ നിന്ന് ഹറാമില്ലാത്ത ഒന്നുണ്ട്. അതാ ലാ മഖ്ലൂഖത്തിൻ മിമ്മാഇ സിനാഹു. ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ആ വ്യഭിചാരത്തിൽ ഈ പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഈ പെണ്ണിനെ ഇവൻ തന്നെ വ്യഭിചരിച്ചിട്ടുള്ളൂ, മാറെ ഒരാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ ഈ കുട്ടി ഇവന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് ഉറപ്പാണ്. എന്നാലും ആ കുട്ടി ഇവനെ സംബന്ധിച്ച് മഹറമല്ല, അന്യ പെൺകുട്ടിയാണ്. കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, കെട്ടലാലാണ്, ഒരു മഹറമല്ല. യഥാർത്ഥത്തിൽ ഇവന്റെ ഋതുത്വത്തിൽ ജനിച്ച കുട്ടി തന്നെയാണത്. അത് വേറെ വിഷയം. അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഈ വ്യഭിചാരത്തിന് ഇസ്ലാം ഒരു ഹുർമത്തും കൊടുക്കുന്നില്ല. അപ്പൊ ആ ഹുർമത്തില്ലാത്ത സ്ഥിതിക്ക് തന്റെ ഋതുത്വത്തിൽ നിന്നാണെങ്കിൽ പോലും ഹുർമത്തില്ലാത്ത ആ ഋതുത്വത്തിൽ നിന്ന് ജനിച്ച കുട്ടിക്ക് മഹ്റമിയത്ത് എന്ന് പറയുന്ന ബഹുമാനം, ആ ബന്ധം, സ്വന്തം മോള്, മോന്റെ മോള്, മോളം. ഹുറുമത്ത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വ്യഭിചാരത്തിന് ഹുറുമത്തില്ല എന്ന്. ഉസ്താദ് എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല. വിശുദ്ധി ഇല്ല എന്നാണോ അതോ ഹറാം അല്ല എന്നാണോ? എന്തൊക്കെയോ ആവട്ടെ. കേട്ടിട്ടില്ലേ, മസ്ജിദുൽ ഹറാം എന്തോ പവിത്രമാക്കപ്പെട്ടത്. ഒരേറ്റ പദം രണ്ടർത്ഥമുണ്ട്. ഹറാം എന്നും അർത്ഥമുണ്ട്, വിശുദ്ധി എന്നും അർത്ഥമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് തലതിരിഞ്ഞതാണെന്ന് നമ്മൾ പറയാൻ കാരണം. മോള് മോന്റെ അപ്പോ ഇസ്ലാമിക കർമ്മശാസ്ത്രമായിട്ടുള്ള ഫിഖ്ഹിന്റെ പശ്ചാത്തലത്തിലാണ് സാധാരണഗതിയിൽ ഹുറുമത്ത് എന്നൊക്കെ ഇവര് പറയാറുള്ളത്. വ്യഭിചാരത്തിന് ഹുറുമത്തില്ല എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിന് ഇസ്ലാമിക നിയമപ്രകാരം പവിത്രതയോ അതല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷയോ ഇല്ല എന്നാണ് ഈ പറഞ്ഞത്. അതായത് വിവാഹം പോലെയുള്ള ഒരു ബന്ധത്തിന് ഇസ്ലാമിക നിയമത്തിൽ ഹുറുമത്തുണ്ട്, പവിത്രമായിട്ടുള്ള പരിരക്ഷയുണ്ട്. പക്ഷേ വ്യഭിചാരത്തിന് അത്തരം പവിത്രതയില്ല. മോശമായിപ്പോയി, കൊടുക്കണമായിരുന്നു. ശരി, ഒരു വ്യഭിചാര ബന്ധം കൊണ്ട് കുടുംബ ബന്ധത്തിലോ കുടുംബ ബന്ധങ്ങളിലോ ഉണ്ടാകുന്ന നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ, അതായത് ഒരാളുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു, ആ വ്യക്തിയുടെ മാതാവിനെയോ മകളെയോ വിവാഹം കഴിക്കാൻ പാടില്ല എന്നതുപോലെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങൾ ബാധകമാകുമോ? ഇല്ല. അതായത് ഉമ്മയെ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ മകളെ കേട്ടാം. ചുമ്മാ ഒരു ഉടായ്പ്. ശരി, വ്യഭിചാരം എന്നത് ഇസ്ലാമിക നിയമപ്രകാരം കർശനമായിട്ട് നിരോധിക്കപ്പെട്ടതും ഒരു തരത്തിലുള്ള നിയമപരമായിട്ടുള്ള പവിത്രതയും അർഹിക്കാത്തതുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്നാണ് ഇവര് പറയാറുള്ളത്. എന്നാൽ വിവാഹേതര ബന്ധങ്ങളാണല്ലോ വ്യഭിചാരം, റൈറ്റ്? നമ്മൾ അങ്ങനെയാ മനസ്സിലാക്കുന്നത്.
വിവാഹം എന്ന് പറഞ്ഞാൽ നമുക്ക് വിഹിതമായ ബന്ധമാണ്. വിവാഹത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ പേരാണല്ലോ അവിഹിതം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തൽക്കാലം നബിയുടെ ഒരു അവിഹിതം പോക്കാം. നിയമവിധേയമായവര് പറയട്ടല്ലേ. ശരി, നമുക്ക് മിണ്ടാതിരിക്കും. എന്റെ ഭാഗത്ത് നിന്ന് ഒരു അനിഷ്ടം എന്റെ ഭാര്യമാർക്ക് ഉണ്ടാകരുത് എന്ന് പ്രവാചകന് ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ആ ദിവസം സത്യത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ദിവസമാണ്. പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ്. ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ഹഫ്സ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെട്ട വിവരം ഹഫ്സ റളിയല്ലാഹു അൻഹ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു. അവർ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, അത്തഫ്അലു ഹാദാ ഫീ ബൈതി ഫീ യൗമി, എന്റെ ദിവസത്തിലും എന്റെ വീട്ടിലും വെച്ചായിരുന്നോ നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹാ ഹറാമുൻ അലയ്യ, എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, ഞാനത് എനിക്ക് നിഷിദ്ധമാക്കി. എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല, നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേശ്യാവൃത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല. അതല്ലെങ്കിൽ ഹഫ്സയല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല, സ്വഹാബത്ത് പറഞ്ഞിട്ടില്ല, അനുചരന്മാര് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു പദം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല. ഇത് തന്റെ ഭാര്യക്ക് അനിഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി. വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് വിശുദ്ധ ഖുർആനിൽ വചനം അവതരിപ്പിച്ചു. എടുത്തു പരിശോധിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിലെ 1-ാമത്തെ വചനം തന്നെ അതാണ്. എന്താ അല്ലാഹ് പറഞ്ഞത്? യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക് തബ്തഗി മർളാത അസ്വാജിക് വല്ലാഹു ഗഫൂറുർ റഹീം. ഓ പ്രവാചകരെ, ലിമ തുഹർരിമു, നിങ്ങൾ എന്തിനാണ് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത്? മാ അഹല്ലല്ലാഹു ലക്, അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ ഉണ്ടോ? അള്ളാഹു നിഷിദ്ധമാക്കിയതല്ല, അത് വ്യഭിചാരമായിരുന്നില്ല. അത് എന്തിനാണ് നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞത്? നിങ്ങളുടെ ഭാര്യമാരുടെ പത്നിമാരുടെ തൃപ്തിക്ക് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി അള്ളാഹ് അനുവദിച്ച ഒരു കാര്യത്തെ നിഷിദ്ധമാണ് എന്ന് നിങ്ങൾ എന്തിനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രവാചകനെ തിരുത്തുകയായിരുന്നു. ഇതാ അതായത് കാമവള്ളി പൊട്ടിയ നബി അല്ലേ? അനിയന്ത്രിതമാം വിധമുള്ള വൈകാരികതയുണ്ടായിരുന്നു പ്രവാചകന്. ഭാര്യമാർക്കു വീതിക്കപ്പെട്ട ദിവസങ്ങളിൽ പോലും ഭാര്യയൊന്ന് റെഡിയായി വരുന്നതിന് മുമ്പ് തന്നെ പ്രവാചകൻ ഒരു വൈവിധ്യം വേണമെന്ന് തോന്നിയത് കൊണ്ടല്ലേ ഹഫ്സയുടെ കിടക്കയിൽ മാരിയയെ പിടിച്ചു കിടത്തിയത്. അപ്പോൾ ആരിഫ് ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഉമ്മയെയും മകളെയും കെട്ടാൻ തെളിവുണ്ടെന്ന്. ആദ്യം തന്നെ അതിനകത്ത് കർമ്മശാസ്ത്ര ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ആരിഫ് പറയുന്നുണ്ടല്ലോ. നിൽക്കട്ടെ. അപ്പോൾ ഉമ്മയെ കെട്ടിയിട്ട് മോളെ കളിക്കാൻ പറയുന്ന വചനമുണ്ടല്ലോ. വേണോ? തരാം. അപ്പോൾ ആരിഫിനെ വിളിച്ചപ്പോൾ ആരിഫ് മാപ്പ്, ലേലുവല്ലി, ഇനി മേലിൽ ഞാൻ വരില്ല വീഡിയോയുമായിട്ട്, ഞാൻ സോഷ്യൽ മീഡിയ നിർത്തിയേ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്നത് നമ്മളിപ്പോ കേട്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഉസ്താദ് വന്നിട്ട് ഷാഫി മദ്ഹബ് അനുസരിച്ചിട്ട് സ്വന്തം മകളെ തന്നെ കെട്ടാൻ തെളിവുണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഇതൊക്കെ ഷാഹുൽ ഈസ്റ്റർ കേൾക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ദാണ്ട വരുന്നു അടുത്ത മാരണം. ഉമ്മയെ മാത്രമല്ല, മകളെയും മാത്രമല്ല, ഇപ്പോഴിതാ സ്വന്തം ഭാര്യയുടെ വീട്ടിനകത്ത് വെച്ചിട്ട് നബിയുടെ കള്ളവെടി കൂടി പിടിച്ച കഥയാണ് ഈ പുറത്തു വരുന്നത്. അപ്പൊ ഇനി ഉമ്മയും മോളും. നിസാ എന്ന് പറയുന്ന ഖുർആനിലെ 4-ാം അധ്യായം 23-ാമത്തെ വചനമാണ്. നിങ്ങളുടെ മാതാക്കൾ, പുത്രിമാർ, സഹോദരിമാർ, പിതൃ സഹോദരിമാർ, മാതൃ സഹോദരിമാർ, നിങ്ങളെ മുലകുടിപ്പിച്ച പോറ്റമ്മമാർ, മുലകുടി മുഖേനയുള്ള നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ ഭാര്യ മാതാക്കൾ എന്നിവർ, അവരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളായി
നിങ്ങളുടെ സംരക്ഷണയിലുള്ള വളർത്തു പുത്രിമാരും അവരെ വിവാഹം ചെയ്യുന്നതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങൾ അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ മക്കളെ വേൾക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. വല്ല മനസ്സിലായോ? അതായത് നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തു പുത്രിമാർ അവരെ വിവാഹം ചെയ്യാം. അവരെ വിവാഹം ചെയ്യുന്നത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, വിവാഹം ചെയ്യണ്ട. ഇനി നിങ്ങൾ അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ മക്കളെ വേൾക്കുന്നതിൽ കുറ്റമില്ല. ആ സ്ത്രീയെ ഈ പുരുഷൻ വിവാഹം കഴിക്കുന്നതോടെ അവരുടെ ആദ്യത്തെ വിവാഹത്തിലെ മക്കൾ ഇവരുടെ മക്കളായിട്ടല്ലേ മാറേണ്ടത്? അതും അമ്മയെ കിട്ടിയിട്ട് മോളെ കളിക്കുന്ന രൂപത്തിലേക്ക് പോണോ? ഇങ്ങനത്തെ തലതിരിഞ്ഞ ചില നിയമങ്ങളും ഖുർആനിലുണ്ട്. ഖുർആൻ എന്ന് ഇസ്ലാം എന്നൊക്കെ പറയുമ്പോഴേ വളരെയധികം സൂക്ഷിക്കണം. നിൽക്കേ, അടുത്തത് തരാം. അങ്ങനെ കുറേശ്ശെ ഇച്ചിരി എല്ലാം കൂടി ഒരുമിച്ച് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റണ്ടായോ? അതുകൊണ്ട് ഞാൻ ഇച്ചര തരാം. വയസ്തമിറു, ഈ നിക്കാഹ് എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല, നിയമവ്യവസ്ഥിതിയല്ല, മറിച്ച് അത് സ്ഥിരമാകും ഹത്താ ഫിൽ ജന്ന, സ്വർഗം വരെയും. എന്നൊരു സ്വർഗത്തിലും വിവാഹമുണ്ട്. സ്വർഗത്തിൽ ആദം നബി തുടങ്ങി വിവാഹം എന്നുള്ള കാര്യം. ഇനി ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെയും വിവാഹം കഴിക്കാൻ സാധ്യമാണെന്ന്. കാരണം ഫഇന്നഹു യജൂസു ലിൽ ഇൻസാനി, അപ്പോൾ തീർച്ചയായും മനുഷ്യന് അനുവദനീയമാണ് അൻ നിക്കാഹു ഫിൽ ജന്ന, സ്വർഗത്തിൽ നിക്കാഹ് കഴിക്കാം. അവന് സ്വർഗത്തിൽ വിവാഹം ആവശ്യമുണ്ട് എങ്കിൽ വിവാഹം കഴിക്കാം. വലൂലി മഹാരിമിഹി, ദുനിയാവുമായിട്ടുള്ള വിധിയിൽ എതിരുണ്ട്. ദുനിയാവിൽ നമുക്ക് പലരെയും വിവാഹം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ മക്കള്, നമ്മുടെ പിതാവിന്റെ സഹോദരന്മാര്, അതുപോലെ നമ്മുടെ ഉമ്മയുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി പലരെയും വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ നിയമം മറ്റൊന്നാണ്. സ്വർഗത്തില് നമുക്കിവിടെ ദുനിയാവിൽ വിവാഹബന്ധം ഹറാമായ പലരെയും നമുക്ക് സ്വർഗത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും. മാ അദൽ ഉസൂല വൽ ഫുറൂഅ, നമ്മളുടെ മാതാവിന്റെ മാതാവ്, അങ്ങനെ തുടങ്ങി ഉള്ള നമ്മുടെ അസലുകളും, അതുപോലെ തന്നെ ഫുറൂ, നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കളുടെ മക്കൾ, അവരുടെ മക്കൾ, ഇങ്ങനെ തുടങ്ങി ആ ഫുറൂ, നമ്മുടെ ശാഖയും അതുപോലെ നമ്മുടെ അസലും, ഇവ ഒഴികെയുള്ള ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ അനുവദനീയമാണ്. ഉദാഹരണം, നമ്മുടെ ഇവിടുത്തെ സഹോദരിമാർ സ്വർഗത്തിൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. ഇവിടുത്തെ പിതാവിന്റെ സഹോദരി ഇവിടെ നിഷിദ്ധമാണ്, എന്നാൽ അവിടെ സ്വർഗത്തിൽ അനുവദനീയമാണ്. ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇനി എന്താ വേണ്ടത്? സഹോദരിയെ കിട്ടിയില്ലേ? ഉമ്മയെ കിട്ടിയില്ലേ? സ്വന്തം മകളെ കിട്ടിയില്ലേ? ഇനി ആരെയാ വേണ്ടത്? ഇങ്ങനെ തലതിരിഞ്ഞ ചില നിയമങ്ങൾ ഇസ്ലാമിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കും, ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ? മക്കൾ പരസ്പരം വീഴ്ച ചെയ്യൽ ഇസ്ലാമികമാണോ? ഇതുകൂടി കേട്ടിട്ട് പോയിക്കോ, എന്താണെങ്കിലും വന്നതല്ലേ. ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല അവിടെ ഒരു ഏർപ്പാട് ചെയ്തു. എന്തെന്നറിയോ? ആദം നബിയുടെ ഭാര്യ ഹവ്വ അലൈഹിസ്സലാം പ്രസവിക്കുന്ന മക്കൾ എപ്പോഴും ഇരട്ടകളാ പ്രസവിക്കുക. ഓരോ ജന്മത്തിലും ഒരാണും ഒരു പെണ്ണും. ഓരോ വേണമെങ്കിൽ അല്ലാഹ് രണ്ടിനെ ആണാക്കാൻ പാടില്ലേ? രണ്ടിനെയും പെണ്ണാക്കാൻ പാടില്ലേ? ഇല്ല. 20 പ്രസവം നടന്നു. 20 പ്രസവത്തിലും ഒരാണ് വേറൊരു പെണ്ണ്. എന്തിന്? ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണത്. എന്നിട്ട് അപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആണിൽ നിന്നും ഈ പെണ്ണ് ഈ പ്രസവത്തിൽ പെടാത്ത മറ്റേ പ്രസവത്തിലെ ആണിനെ ഈ പ്രസവത്തിലെ പെണ്ണിന്, ഈ പ്രസവത്തിലെ ആണിനെ ആ പ്രസവത്തിലെ പെണ്ണിന് എന്ന വിധത്തിൽ അല്ലാഹു തആല അവിടെ പോലും ഇൻസെസ്റ്റിന്റെ ഒരു സാധ്യതയുമില്ലാത്ത, വ്യത്യസ്തമായ മാതാപിതാക്കളുടെ മക്കളില്ലാത്ത ഒരു കാലത്ത് പോലും അവിടെ വെച്ച് ഇൻസെസ്റ്റിന്റെ പഴി തടയ്ക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 20 പ്രസവത്തിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എന്തിനത്? ആണ് മാത്രമാക്കാൻ പാടില്ലേ? പെണ്ണ് മാത്രമാക്കാൻ പാടില്ലേ? വേണമെങ്കിൽ സ്വന്തം പടയ്ക്കാൻ പാടില്ലേ? ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല അവിടെ വ്യവസ്ഥ വെച്ചവനാണ്. ആദമിന്റെ മക്കളെ ജനിപ്പിച്ചിടത്ത് ഇൻസെസ്റ്റ് രക്തബന്ധത്തിലുള്ളവർ തമ്മിൽ ആ ബന്ധത്തിലെ പരമാവധി അന്നേരത്തെ സാഹചര്യത്തിൽ അതിന്റെ പഴി തടയ്ക്കാൻ വേണ്ടി സൃഷ്ടിച്ച ആ ഉദാഹരണത്തെ എടുത്തു വെച്ചുകൊണ്ട് ഇസ്ലാമിൽ ഇൻസെസ്റ്റ് ഉണ്ടെന്ന് അവിടെ സ്ഥാപിക്കുക ഉണ്ടോ? ഇല്ല. പാടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അള്ളാഹ് അങ്ങനെ സൃഷ്ടിച്ചത്. എന്തുകൊണ്ട് 20 പ്രസവത്തിലും ആണും പെണ്ണും മാത്രമായി?
അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാകാവോ? എന്നെന്തുകൊണ്ടുണ്ടായി? അത് ഇൻസെസ്റ്റ് ഇല്ലാതെ ഒഴിവാക്കാൻ വേണ്ടിയാ. അപ്പോഴേ അള്ളാഹുവിന്റെ പോളിസി ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത്. ഉമ്മ പ്രസവിക്കുന്ന മൂത്ത കൊച്ച് ഇളയ കൊച്ചിനെ കെട്ടുക എങ്ങനെയുണ്ട്? ഒരു ഉമ്മയാണ്, ഒരു വാപ്പയാണ്. ശരിയാണ്, ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി പടച്ചോന് അത്രയൊക്കെ തന്നെ ചെയ്യാൻ പറ്റൂ. അപ്പോ ഇനി എന്തിന്റെ തെളിവാ വേണ്ടത്? എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കണേ. നന്ദി.